നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ വിജ്ഞാപനം വൈകുന്നു. ഫിഷറീസ് മുസ്ലിം ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പ്. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകൂ എന്ന നിലപാടിൽ ലീഗ്. കൃഷി വകുപ്പിൽ നീരസവുമായി സിദ്ദിഖ്. ടേം വ്യവസ്ഥയിൽ അതൃപ്തി പരസ്യമാക്കി മാണി സി കാപ്പൻ. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതിയായി. സംസ്ഥാനത്തെ ധനസ്ഥിതിയിൽ ധവളപത്രം ഇറക്കുന്നതിന് സമിതിയെ നിയോഗിച്ച് VD സർക്കാർ. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഡോക്ടർ KM ചന്ദ്രശേഖരൻ അധ്യക്ഷനായ സമിതിക്ക് ചുമതല. 10 വർഷത്തിന് ശേഷം സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് തുറന്നു. ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ. സർക്കാരിന് നന്ദി പറഞ്ഞ് ആശാ വർക്കർമാർ. മറ്റന്നാൾ തലസ്ഥാനത്ത് വിക്ടറി റാലി നടത്തും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ഗൺമാന്മാർ നടത്തിയ മർദ്ദനം SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ 6-അംഗ സംഘം അന്വേഷിക്കും. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-ൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. MV ഗോവിന്ദനെ മാറ്റണമെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിനു പിന്നാലെ പാലക്കാട് CPM-ൽ പൊട്ടിത്തെറി. വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങുന്നത് യാഥാർത്ഥ്യബോധ്യമില്ലാത്ത വിലയിരുത്തലെന്ന് M സ്വരാജ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ നിലപാട് കടുപ്പിച്ച് ബിനോയ് വിശ്വം. തെരുവുനായ വിഷയത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. മനുഷ്യജീവന് ഭീഷണിയാകുന്ന നായ്ക്കളെ കൊല്ലാമെന്ന് കോടതി. പൊതുവിടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്ന് നിർദ്ദേശം. സ്ഥിതി രൂക്ഷമാക്കിയത് സർക്കാരുകളുടെ നിഷ്ക്രിയത്വമെന്ന് രൂക്ഷ വിമർശനം. സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി ഉറപ്പാക്കണമെന്ന് 3-അംഗ ബെഞ്ച്. ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും 90 പൈസ വീതം കൂടി. ഒരാഴ്ചക്കിടെ വില കൂടുന്നത് 2ാം തവണ. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള ഇന്ധനവുമായി ഒരു കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. ഇറാനെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനം താൽക്കാലികമായി പിൻവലിച്ച അമേരിക്ക. നീക്കം ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചു. അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. ഏകദിനത്തിൽ കോഹ്ലിയും രോഹിത്തും ടീമിൽ. സഞ്ജു സാംസൺ ടീമിലില്ല. IPL രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഫിഫ ലോകകപ്പിലുള്ള ബ്രസീൽ ടീമിൽ ഇടം നേടി നെയ്മർ. റോഡിഗ്രോ, മിലിറ്റാഡോ തുടങ്ങിയവരെ ഒഴിവാക്കി. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ വിജ്ഞാപനം വൈകുന്നു. ഫിഷറീസ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പ്. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകൂ എന്ന നിലപാടിലാണ് ലീഗ്. കൃഷി വകുപ്പിൽ T സിദ്ദിഖിനും നീരസമുണ്ട്. ടേം വ്യവസ്ഥയിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് മാണി സി കാപ്പൻ. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതി സംബന്ധിച്ചും തീരുമാനമായിട്ടുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. എബി, ഇന്നലെയോ ഇന്നോ ഈ വകുപ്പിൽ ഒരു തീരുമാനമുണ്ടാകും എന്നതാണ് കരുതിയത്. പക്ഷേ ആ തീരുമാനമുണ്ടായില്ല. ഇതുവരെയും ഒന്നുമായില്ല എന്നതാണോ മനസ്സിലാകുന്നത്? എന്തൊക്കെ വിമർശനങ്ങളാണ്, തർക്കങ്ങളാണ് ഉയരുന്നത്? അശ്വതി, മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വെക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ഇതിൽ ധാരണയിലെത്തി അത് ഗവർണർക്ക് നൽകുകയും തുടർന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൽ തർക്കത്തിന് ഇടവരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫിഷറീസ് വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അത് ഏറ്റെടുക്കുന്നതും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ്. ഫിഷറീസ് വകുപ്പ് തിരിച്ചു നൽകണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തങ്ങൾക്ക് തന്നെ നൽകണം എന്നുള്ള ഒരു തീരുമാനമാണ് ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ലത്തീൻ സഭ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ലത്തീൻ സഭ അവർ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഉൾപ്പെടെ അതിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിക്കുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി നേരിട്ട് അവിടേക്ക് എത്തുകയും യൂജിൻ പെരേര ഉൾപ്പെടെയുള്ള മതമേലധ്യക്ഷന്മാരെ കാണുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിനുശേഷവും മുഖ്യമന്ത്രി അവർക്ക് നൽകിയിരുന്നത് അതിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് മുഖ്യമന്ത്രി അവർക്ക് നൽകിയിരിക്കുന്നത്. അവരും ആ ഒരു പ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ തങ്ങളുടെ നീരസം തങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു വലിയ വിഭാഗമാണ് ലത്തീൻ വിഭാഗം. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ അതിലേക്ക് ഒരു മന്ത്രിയായി തന്നെ ഫിഷറീസ് വകുപ്പിലേക്ക് വേണം എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. കാരണം മുതലപ്പൊഴി ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിലൊന്നും തന്നെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ നാളിതുവരെയുമായിട്ടും ആയില്ല. അതിനെക്കുറിച്ച് ആ പ്രദേശത്തെക്കുറിച്ച് സ്ഥലത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആളുകൾക്ക് മാത്രമേ ആ നിലയ്ക്ക് അതിൽ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സഭയുൾപ്പെടെ അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഫിഷറീസ് വകുപ്പ് നിലവിൽ ലീഗിനാണ് നൽകിയിരിക്കുന്നത്. ആ ലീഗിന് അത് നൽകിയതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ലീഗിൽ നിന്നും അത് തിരിച്ച് എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി അല്ലെങ്കിൽ ഒരു കീറാമുട്ടിയായി തന്നെ നിൽക്കുന്നത്. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞു വെച്ചിരുന്നൊരു കാര്യം. ഉന്നത വിദ്യാഭ്യാസം സ്വാഭാവികമായും ലീഗ് തന്നെയാണ് കൈകാര്യം ചെയ്തത്. അതിൽ ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന് നൽകണമെങ്കിൽ ഫിഷറീസ് വകുപ്പ് ലീഗിന് തന്നെ നൽകണമെന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതിലാണ് ഇപ്പോഴും ഒരു ധാരണ പിശക് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ വനം വകുപ്പുമായി ബന്ധപ്പെട്ടും വനം വകുപ്പ് ടി സിദ്ദിഖിനാണ് നൽകിയിരുന്നത്. വനം വകുപ്പ് ഏറ്റെടുക്കാൻ തനിക്ക് കഴിയില്ല എന്നുള്ള കാര്യം ടി സിദ്ദിഖും അറിയിച്ചിട്ടുണ്ട്. അതിലൊരു ആ നിലയ്ക്കുള്ള ചർച്ചകൾ ഉൾപ്പെടെ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇതിലൊരു വളരെ വേഗം തന്നെ പരിഹാരം കണ്ടെത്തുകയും ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ധാരണയിലേക്ക് എത്തുകയും ഗവർണറെ അതുമായി ബന്ധപ്പെട്ട് അത് കാര്യങ്ങൾ അറിയിക്കുകയും വിജ്ഞാപനം ഇറക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന് മുന്നിൽ നിലവിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അത് വളരെ വേഗം തന്നെ നടത്തും. ഇന്ന് തന്നെ അതിലൊരു തീരുമാനമാക്കാൻ കഴിയും എന്നാണ് സർക്കാരും പ്രതീക്ഷിക്കുന്നത്. എബി, അതോടൊപ്പം തന്നെ ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവം ഉണ്ടായിരുന്നല്ലോ. അത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. അതിന്റെ വിവരങ്ങൾ കൂടി. ആലപ്പുഴയിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ രക്ഷാപ്രവർത്തനം, ആ രക്ഷാപ്രവർത്തനത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. ലോകം മുഴുവൻ കണ്ട ആ ഒരു ദൃശ്യങ്ങൾ, അതിൽ തെളിവുകളില്ല എന്ന് പറഞ്ഞാണ് അന്നത്തെ പിണറായി സർക്കാർ ആ ഒരു സംഭവത്തെ ഇല്ലായ്മ ചെയ്യുകയും തുടർന്ന് കോടതിയിൽ അതെത്തുകയും അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ തല്ലുകൊണ്ട ആളുകൾ കോടതിയിൽ കാണിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. തുടർന്നാണ് കോടതി തന്നെ അതിൽ തുടരന്വേഷണം വേണമെന്നും അതിനെ തുടർന്ന് കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെ അതിൽ പ്രതി ചേർക്കുകയും കേസെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. എന്തായാലും അതിൽ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സർക്കാർ അത് എഴുതി തള്ളുന്ന ഒരു നിലയിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ കോടതി അതിലൊരു പുനരന്വേഷണം വേണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നിരിക്കുന്ന വി ഡി സതീശൻ സർക്കാർ ഇപ്പോൾ അതിലൊരു പുനരന്വേഷണത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നത്. അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു. 7 അംഗങ്ങളാണ് ആ അന്വേഷണ സംഘത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. 7 പേരടങ്ങുന്ന സംഘത്തെ SP ഷൗക്കത്ത് അലിയാണ് സംഘത്തെ നയിക്കുക. ഒപ്പം തന്നെ DYSP ബൈജു പൗലോസും ഈ സംഘത്തിലുണ്ടാകും. 7 അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിനകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിൽ ഇവർക്ക് 1 മാസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ അവർ 2 പേരും ഇപ്പോഴും സർവീസിൽ തുടരുന്ന സാഹചര്യമാണ്. അവർക്കെതിരെ നിലവിൽ നടപടികളൊന്നും തന്നെ വേണ്ടതില്ല എന്ന് തന്നെയാണ് സർക്കാർ നിലവിലെ തീരുമാനം എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ട് വരുന്ന ഘട്ടത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ നടപടികളിലേക്ക് തന്നെ പോകാം. ഒപ്പം അവരെ തുടർന്നുള്ള നടപടികളിലേക്ക് പോകും. വകുപ്പ് തല നടപടി, ഒപ്പം തന്നെ ക്രിമിനൽ കുറ്റം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടുള്ള കേസുകളിലേക്കും കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ആ നിലയ്ക്കുള്ള നടപടികളിലേക്കാണ് പോകുന്നത്. അശ്വതി, ശരി, വിശദമായ വിവരങ്ങളാണ് എബി തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. വിവാദ രക്ഷാപ്രവർത്തനത്തിൽ തന്നെ ആക്രമിച്ച പോലീസുകാരെ നീക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നിയുക്ത ആലപ്പുഴ MLA AD തോമസ്. SITക്ക് രൂപം കൊടുത്തു. 1 മാസത്തിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകും. KC വേണുഗോപാലിന്റെ ഇടപെടലാണ് സംഭവം പൊതുജന ശ്രദ്ധയിലെത്തിച്ചത്. നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകും. വെട്ടിയ മഴു മറന്നാലും വെട്ടേറ്റ മരം മറക്കില്ലല്ലോ എന്നും AD തോമസ് പറഞ്ഞു. ആ സംഭവത്തിൽ ഉടനടി തന്നെ നടപടിയെടുക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യപരമായ സംവിധാനത്തിൽ ചേർന്നതല്ല എന്നാണ് UDF സർക്കാർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം കൊടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സ്വാഭാവികമായ ഒരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടന്നതിന് ശേഷം ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകി ഒരു തുടർ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് സ്വാഭാവികമായി അങ്ങനെ തന്നെ സംഭവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. താനെടുത്ത വീഡിയോ ആണ് രക്ഷാപ്രവർത്തന കേസിലെ പ്രധാന വഴിത്തിരിവാകാൻ പോകുന്നതെന്ന മാധ്യമപ്രവർത്തകൻ ജോജി. തെളിവ് നൽകിയിട്ടും തെളിവില്ല എന്ന് പറഞ്ഞുവെന്നും ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ജോജി അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. അന്ന് നവകേരള സദസ്സിലെ യൂത്ത് കോൺഗ്രസുകാരും KSകാരും കരിങ്കണി കാണിക്കുന്നതിന് എല്ലാ സ്ഥലങ്ങളിലും മർദ്ദിക്കുകയുണ്ടായി. അപ്പോഴത്തേക്ക് ആലപ്പുഴയിലും പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്കറിയാമായിരുന്നു.
അതിൻ്റെ സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഇരുമ്പോലത്തിന് അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ വണ്ടി വരുമ്പോഴത്തേക്ക് പ്രതിഷേധം ആ റോഡിൽ എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ചാണ് ഞാൻ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്തത്. അപ്പോഴാണ് വണ്ടി വരികയും ഈ അജയ് കുര്യാക്കോസും ഈ എ ഡി തോമസോടെ വണ്ടിയുടെ മുന്നിൽ ചാടുകയും ഞാൻ ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഞാൻ ആ വിഷയിലെടുക്കുകയും ആ വിഷയിലാണ് ഞാനിപ്പം കോടതിയിൽ തോണ്ടി മൊബൈൽ കൊടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് സർക്കാർ പ്രത്യേക സമിതിയെ രൂപീകരിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖരൻ സമിതിയുടെ ചെയർമാനും ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ കൺവീനറുമാണ്. സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ നാരായണ, CDS ഡയറക്ടർ ഡോക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. വിദഗ്ധ സമിതി സംസ്ഥാനത്ത് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 10 ദിവസത്തിനകം ധവളപത്രം ഇറക്കാൻ VD സതീശൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി അനാവശ്യ യാത്രകൾ ഒഴിവാക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജ് ഉണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കള്ളന്മാരെ പൂട്ടുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ ഊർജിത അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതായത് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സ് വളരെ സുതാര്യമായി നോംസ് അനുസരിച്ച് മാത്രമേ നടത്തൂ. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ മൊത്തം ഒഴിവാക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യാത്രകൾ നടത്തൂ. അല്ലാതെ മന്ത്രിയായതിൻ്റെ പേരിൽ സ്വീകരണങ്ങളോ ചടങ്ങുകളോ ഇല്ല. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകും, അത് കാര്യം വേറെ. മറ്റ് സ്ഥലങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യങ്ങൾക്ക് മാത്രമേ യാത്ര നടത്തൂ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമര ഗേറ്റ് തുറന്നു. ഇടത് ഭരണകാലത്ത് അടഞ്ഞുകിടന്ന 2ാം നമ്പർ നോർത്ത് ഗേറ്റാണ് തുറന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന 2ാം ദിനമാണ് വർഷങ്ങളായി പൂട്ടിക്കിടന്ന സമര ഗേറ്റ് തുറന്നത്. തലസ്ഥാനത്തെ സമരചരിത്രത്തിൽ എന്നും അടയാളപ്പെടുത്തിയിട്ടുള്ള സമരഗേറ്റ് തുറക്കുന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെ 6 മന്ത്രിമാരുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലേക്കുള്ള വഴിയിലേക്കാണ്. പതിവിന് വിപരീതമായി മുഖ്യമന്ത്രി VD സതീശൻ ഔദ്യോഗിക വാഹനത്തിൽ നോർത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക് വന്നതും ചരിത്രമായി. ഇടത് സർക്കാരിന്റെ ഭരണസമയത്ത് ഇടയ്ക്ക് തുറന്നുവെങ്കിലും വർഷങ്ങളായി ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഗേറ്റിന് താഴിട്ടത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ജനപ്രിയ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളുമാണ് മുന്നോട്ട് വച്ചത്. അതിനു പിന്നാലെയാണ് സമരഗേറ്റും ജനങ്ങൾക്കായി തുറന്നിട്ടത്. ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുഖ്യമന്ത്രി അദ്ദേഹം ഇന്നലെ ചുമതലയേറ്റു. അതിനുശേഷം നേരം പുലർന്നപ്പോൾ തന്നെ ഈ സമരഗേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ കവാടം തുറന്നിരിക്കുന്നു. പൊതുജനത്തിന് പാസ് എടുക്കണം. പാസ് എടുത്താൽ പോലും ഇതുവഴി പോകാമല്ലോ. മറ്റേ ആരെയും കടത്തിവിടാതെ മുള്ളുവേലിവേലുള്ള ബാരിക്കേഡുകൾ ഇവിടെ അടച്ചു വച്ച് ജനങ്ങൾക്കൊരു മൂകതയായിരുന്നു പ്രധാന ഗേറ്റ്. നിലവിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ ഗേറ്റിലൂടെ പ്രവേശനമുള്ളത്. എനിക്ക് പിന്നിൽ തുറന്നു കിടക്കുന്നത് ജനാധിപത്യത്തിന്റെ ഗേറ്റാണ്. ഇതാണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്ന് പറഞ്ഞു വെക്കുകയാണ് UDF സർക്കാർ. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണറേറിയം വർധനവ് അനുവദിച്ച മുഖ്യമന്ത്രി VD സതീശനും UDF സർക്കാരിനും നന്ദി അറിയിച്ച ആശമാർ. നന്ദി സൂചകമായി വ്യാഴാഴ്ച തലസ്ഥാനത്ത് ആശമാർ റാലി സംഘടിപ്പിക്കും. ആശാസമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഒപ്പമുണ്ടായിരുന്ന റാലിയിൽ അണിനിരക്കുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു പറഞ്ഞു. ദിവസം നീണ്ടുനിന്ന സഹന സമരമാണ് ആശാസമരം. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങി അനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരുന്നത്. സമരത്തിന്റെ പല ഘട്ടങ്ങളിലായി വിവിധ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ നേതാക്കൾ ആശമാരെ കാണാനെത്തി. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അവർക്ക് അധികാരത്തിലേറിയാൽ ഓണറേറിയം വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിച്ചതോടെയാണ് ആശമാർ നന്ദി അറിയിച്ച് രംഗത്തെത്തിയത്. UDF
ഗവൺമെൻറ് അധികാരത്തിലെത്തിയാൽ ആദ്യ ക്യാബിനറ്റിലെ ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതായിരിക്കും എന്ന് ശ്രീ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നമ്മുടെ സമരപ്പന്തലിൽ വന്ന് നൽകിയ വാഗ്ദാനം ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം ആ വാഗ്ദാനം നടപ്പിലാക്കി. ഈ സമരത്തെ ഏറ്റവും ജനാധിപത്യപരമായി കണ്ടതിന് ഞങ്ങൾക്കുള്ള ഈ അദ്ദേഹത്തോട് ഈ ഗവൺമെൻറ്റിനോടുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടി 21-ാം തീയതി ഞങ്ങൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും എത്തിച്ചേരുകയാണ്. 3000 രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ ആശമാരുടെ ഓണറേറിയം 9000 രൂപയിൽ നിന്ന് 12000 രൂപയായി. 21,000 ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിയ UDF സർക്കാർ 3000 രൂപ മാത്രം വർദ്ധിപ്പിച്ചത് മല എലിയെ പ്രസവിച്ചതുപോലെയാണെന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പരിഹസിച്ചിരുന്നു. അതിനും ആശമാർ മറുപടി നൽകി. കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി മല എലിയെ പ്രസവിച്ച പോലെയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിനുള്ള മറുപടി പറഞ്ഞ നിമിഷം മുതൽ ആളുകൾ കൊടുക്കുന്നുണ്ട്. പറയുന്നില്ല, ഇവിടെ പ്രസവിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. വ്യാഴാഴ്ച ആശമാർ മഹാറാലി സംഘടിപ്പിക്കും. അത് അധികാരത്തിലെത്തിയ ഉടൻ വാക്കുപാലിച്ച UDF സർക്കാരിനോടുള്ള നന്ദിയാണ്, അമ്മമാരുടെ സ്നേഹമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വർഷങ്ങൾക്കിപ്പുറം സെക്രട്ടേറിയറ്റിലെ 2 നമ്പർ നോർത്ത് ഗേറ്റ് തുറന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ചിറയൻകീഴ് MLA രമ്യ ഹരിദാസ് അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. 10 വർഷത്തിനിപ്പുറം സമര ഗേറ്റ് തുറന്നിരിക്കുകയാണ്. നമ്മളോടൊപ്പം ചിറയൻകീഴ് മണ്ഡലത്തിലെ MLA ആയ രമ്യ ഹരിദാസ് കൂടി ചേരുന്നുണ്ട്. 10 വർഷമായി ഈ സമര ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. UDF സർക്കാർ അധികാരത്തിൽ കയറി ആദ്യത്തെ പ്രവൃത്തി ദിനം ഈ ഗേറ്റ് തുറന്നിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? കാരണം ഒരു വലിയ സന്തോഷം ജനങ്ങളുടെ മുഖത്ത് കാണാൻ സാധിക്കും. കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു ഗേറ്റാണ് ഈ നോർത്ത് ഗേറ്റ്. പ്രത്യേകിച്ച് സമരമരം എന്ന് ആളുകൾ വിളിക്കുകയും ഈ മരത്തിൻ്റെ തണലിൽ കിടന്ന ഒരുപാട് സമരങ്ങൾ, ഇപ്പം നമ്മൾ പോലും പല സമരങ്ങളിലും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സമരങ്ങൾ നടക്കുന്ന ഒരു ഇടമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി അടച്ചിട്ടിരുന്നൊരു ഗേറ്റാണ്. അപ്പോൾ അവിടെ സംസാരിച്ച സമയത്ത് പല ഉദ്യോഗസ്ഥ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് അത് ഓപ്പൺ ചെയ്തെടുക്കാൻ വലിയ പ്രയാസമുണ്ടായി. കാരണം ആ ഒരു ഇരുമ്പ് ദ്രവിച്ചതും അതേപോലെ തന്നെ സ്റ്റെക്കായി നിന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം പണിപ്പെട്ടിട്ടാണ് ആ ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തത്. ഇത് കാണുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷമാണ്. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ എവിടെ ഇരുന്ന് നോക്കുമ്പോഴും ഈ ഒരു സമരം ചെയ്യുന്ന ഈ ഒരു ഗേറ്റ് പരിചിതമാണ് എല്ലാവർക്കും. അപ്പം ഈ ഒരു ഗേറ്റ് തുറന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഇതാണോ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം? കാരണം സമരം എല്ലാവരും സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിനകത്ത് സമരമുണ്ടാകും, പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തും, ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വന്ന് പറയുന്ന ഒരു ഇടം കൂടിയാണല്ലോ ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അവിടെ അടച്ചു പൂട്ടുക, അതിൻ്റെ പുറത്തു നിന്നോ അപ്പുറത്തു നിന്നോ സമരം ചെയ്യുന്നവരുടെ, ഇപ്പം നമുക്കറിയാം ആശാ വർക്കർമാരുടെ സമരത്തിൽ പോലും ആ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റിനോട് ചേർന്ന് വെച്ചിരിക്കുന്ന ഷീറ്റുകൾ പോലും രാത്രി അർദ്ധരാത്രിയിൽ ആ സ്ത്രീകൾ അമ്മമാരായിരിക്കുന്നവർ ഇരിക്കുന്നിടത്ത് മഴ പെയ്യുമ്പോൾ വലിച്ചു കീറിക്കളഞ്ഞ് അവരെ മഴയത്ത് നിർത്തിയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ കണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് അതിനോട് ചേർന്ന് കിടക്കുന്ന ഗേറ്റ് 10 വർഷത്തിന് ശേഷം അത് ഓപ്പൺ ആക്കി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന എന്താ പറയുക, ഒരു സന്തോഷവും അതിലുപരി UDF സർക്കാരിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു പ്രതീക്ഷയും ഒക്കെ അതിനകത്ത് വെളിവാകുന്നുണ്ട്. ആദ്യത്തെ VD സതീശൻ്റെ UDF മന്ത്രിസഭയുടെ യോഗത്തിന് ശേഷം ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതൽ ജനപക്ഷമായ തീരുമാനങ്ങൾ തന്നെയാണ് അതിനുശേഷം ഇങ്ങോട്ട് UDF സർക്കാർ സ്വീകരിക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ ലഭിക്കാൻ സംവിധാനമൊരുക്കും. ആവശ്യമുള്ള മരുന്നുകൾ ആശുപത്രികളിൽ ലഭ്യമാക്കും. 2ാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് തുടങ്ങും. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഔദ്യോഗികമായി വാർത്താസമ്മേളനം വിളിക്കുമെന്നും മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വിജ്ഞാപനം വരും. കാരണം ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ്, അങ്ങനെ ചില തർക്കങ്ങളുണ്ട്. അത് ഇന്നത്തോടെ പരിഹരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. ജനവിധി പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പരാജയം LDFന്റെയോ CPMന്റെയോ അവസാനമായി കാണേണ്ടതില്ലെന്നും കൂടുതൽ കരുത്തോടെ തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം
LDFിന്റെ നേതൃത്വത്തിൽ കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ ശ്രമത്തിൽ നല്ല വിജയം നേടാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നടപ്പാക്കിയവരുടെ വിശ്വാസം മാത്രമല്ല, ഈ നാടിന്റെ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവസ്ഥരായ എല്ലാ വിഭാഗം ആളുകളും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-ൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. ഓരോ ജില്ലകളിലെയും കമ്മിറ്റി യോഗങ്ങളിലാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നാണ് ആവശ്യം. തിരഞ്ഞെടുപ്പിൽ തകർന്നടിയാൻ കാരണം കണ്ണൂർ പാർട്ടിയിലെ പ്രശ്നങ്ങളാണ്. MV ഗോവിന്ദനെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റണമെന്നും ആവശ്യമുയർന്ന യോഗത്തിൽ പിണറായി ശൈലിക്കെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലും ആലപ്പുഴയിലും സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം ഉണ്ടായി. G. സുധാകരന്റെ വിജയം. ആലപ്പുഴയിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ നേതൃത്വത്തിനെതിരെ വിമർശനമുണ്ടായി. വികസന നായകൻ എന്ന G. സുധാകരന്റെ പ്രതിച്ഛായയെ മറികടക്കാനായില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു. G. സുധാകരനെ അനാവശ്യമായി പ്രകോപിപ്പിച്ചു. ഒടുവിൽ സുധാകരൻ തന്നെ ആലപ്പുഴയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നും വിമർശനം. ഉൾ പാർട്ടി ജനാധിപത്യവും ചർച്ചയും പാർട്ടിയിൽ കുറയുന്നു. തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നു. ഏരിയ കമ്മിറ്റികളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നും നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നു. പാലക്കാട് CPM-ൽ പൊട്ടിത്തെറി. നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിനെതിരെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിൽ ഇരുന്ന് നേതാക്കളെ വിമർശിക്കാം. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിമർശിക്കുന്നത് സംഘടനാ രീതിയല്ല എന്നും നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയത് പാർട്ടി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് നേരത്തെ വിവാദമായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സംഘടനാ രീതികളുണ്ട്. ആ രീതികളും ആ പ്രക്രിയയും അനുസരിച്ച് ഞങ്ങളുടെ യോഗങ്ങൾ ചേരും. ആ യോഗങ്ങളിൽ എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്ന പാർട്ടിയല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി. എല്ലാ കാലത്തും അങ്ങനെയല്ല. സാധാരണഗതിയിൽ ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി യോഗം കൂടിയാൽ ഒരു 15 അംഗ ലോക്കൽ കമ്മിറ്റി യോഗമാണ് എങ്കിൽ അതിൽ 14 പേര് പങ്കെടുത്തിട്ടുണ്ട്. 14 പേർക്കും 14 അഭിപ്രായമായിരിക്കുന്നത്. അതല്ലേ ഈ പാർട്ടിയുടെ പ്രത്യേകത. ഒരേ അഭിപ്രായം പറയുന്നതല്ലല്ലോ. ചിലവർക്ക് ഒരേ അഭിപ്രായമാണ്, ചിലവർക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. അതെല്ലാം ചേർന്ന് അതിലേറ്റവും തിളക്കം മാറുന്ന ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. വലിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിനന്ദനവും ഉണ്ടാകും. വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങരുത്. യാഥാർത്ഥ്യബോധമില്ലാത്ത വിലയിരുത്തലാണത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഈ വിമർശനങ്ങളൊന്നും ബാധിക്കില്ല എന്നും സ്വരാജ് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു മുൻവിധിയോടുകൂടി പുതിയ ഗവൺമെൻറ്റിനെ കാണുന്നില്ല. അവർ ഭൂരിപക്ഷം നേടി വന്നവരാണ്. സ്വാഭാവികമായും ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം നേടി വരുന്നവർ ഗവൺമെൻറ് രൂപീകരിക്കും. ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും രൂപത്തിൽ ശാപവാക്കുകളൊന്നും പറയാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ജനാധിപത്യത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേരളത്തിൽ 10 വർഷം ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്തിരുന്ന മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുകയുണ്ടായല്ലോ. ക്രിയാത്മക പ്രതിപക്ഷമായി ഇടതുപക്ഷം പ്രവർത്തിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും തെറ്റിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യും. ആദ്യ ദിനത്തെ പ്രഖ്യാപനങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ ഒരു ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്ന രീതിയിലാണ് പ്രവർത്തിക്കുക. ഗവൺമെൻറ്റിനെ ഞങ്ങൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രിയാത്മകമായ ഏറ്റവും ശരിയായ വിമർശനങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഗവൺമെൻറ്റിനെ കാണുക എന്നുള്ളതാണ്.
പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് CPI. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അർഹതപ്പെട്ടതെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കോട്ടയത്ത് പറഞ്ഞു. ആവശ്യത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ ആലോചിച്ചിട്ടില്ല. ഇടതുമുന്നണിയിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് കോൺഗ്രസ് ആലോചിക്കണം. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ കോൺഗ്രസ് മറന്നുപോയി. വൈക്കത്തടക്കമുണ്ടായ തോൽവിയെക്കുറിച്ച് പഠിക്കുമെന്നും വിവിധ മണ്ഡലങ്ങളിൽ CPIക്കുണ്ടായ ജയപരാജയങ്ങളെ വിലയിരുത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI എല്ലാ ഗൗരവത്തിലും ഈ കാര്യം CPMുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. തൽക്കാലം CPI സർക്കാർക്ക് അത് ബോധ്യമല്ല. അതിൻ്റെ അർത്ഥം ചർച്ച ഇനി ഉണ്ടാകില്ല എന്നോ അതേ ചൊല്ലി CPIയും CPMും വഴിവരിയാൻ പോകണമെന്നുമല്ല. CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ പ്രതിഭയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം. പ്രതിഭയ്ക്ക് പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ പറയണം. പ്രചരണം സജീവമായില്ല എന്ന പരസ്യ പ്രതികരണം കടുത്ത അച്ചടക്ക ലംഘനമാണ്. ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പക്വത കാണിക്കണമെന്നും വിമർശനമുണ്ടായി. കായംകുളത്തെ പരാജയത്തിൽ പ്രതിഭയ്ക്ക് പങ്കുണ്ട്. കായംകുളത്ത് പാർട്ടിക്കും പ്രതിഭയും രണ്ട് തട്ടിലാണെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. തെരുവ് നായ പ്രശ്നത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. പൊതുജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന നായ്ക്കളെ കൊല്ലാമെന്ന് കോടതി ഉത്തരവിട്ടു. പൊതുസ്ഥലത്തു നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്നും മൃഗസ്നേഹികളുടെ ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി. രാജ്യത്തെ തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് മനുഷ്യജീവന് ഭീഷണിയാകുന്ന തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന് നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത, NV ആചാര്യ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. തെരുവുനായ ശല്യം തടയുന്നതിനായി കോടതി നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് FIRO മറ്റ് ക്രിമിനൽ നടപടികളോ സ്വീകരിക്കാൻ പാടില്ല. എല്ലാ സർക്കാർ ആശുപത്രികളിലും വിഷബാധയ്ക്കുള്ള ചികിത്സ ഉറപ്പാക്കണം. ABC ചട്ടങ്ങൾ പാലിക്കണമെന്നും എല്ലാ ജില്ലകളിലും ചുരുങ്ങിയത് ഒരു ABC സെന്റർ പ്രവർത്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആശുപത്രികൾ, സ്കൂൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങി പൊതുസ്ഥലങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ അടിയന്തരമായി മാറ്റണമെന്ന ഇടക്കാല ഉത്തരവ് കർശനമായി പാലിക്കണം. ഇടക്കാല ഉത്തരവ് ചോദ്യം ചെയ്ത് മൃഗസ്നേഹികളും സംഘടനകളും സമർപ്പിച്ച ഹർജികളും സുപ്രീം കോടതി തള്ളി. ഉത്തരവ് നടപ്പാക്കുന്നുണ്ടെന്ന് ഹൈക്കോടതികൾ ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 90 പൈസ വർദ്ധിപ്പിച്ചു. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ തവണയാണ് ഇന്ധനവില കൂടുന്നത്. അതേസമയം നിലവിൽ ഊർജ്ജ പ്രതിസന്ധി ഇല്ലെന്നും ഹോർമൂസ് കടലിടുക്കിലൂടെ കൂടുതൽ കപ്പലുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും നേരിയ വർധനവ്. പെട്രോൾ ലിറ്ററിന് 86 പൈസയും ഡീസൽ 83 പൈസയും വർദ്ധിപ്പിച്ചു. ഇതോടെ ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് 98.64 രൂപയും ഡീസലിന് 91.58 രൂപയുമായി. കേരളത്തിൽ പെട്രോളിന് 109.73 ഡീസലിന് 98.53 രൂപയുമാണ്. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയാണ് വില വർധനവിന് കാരണം. നേരത്തെ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതിനാൽ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതായും വിപണിയിൽ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാനാകില്ലെന്നും എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. അതേസമയം രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും വ്യക്തമാക്കി. അസംസ്കൃത എണ്ണ, PNG, LPG എന്നിവ മതിയായ അളവിൽ ലഭ്യമാണ്. റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വഴി സ്വതന്ത്രമായ ചരക്ക് നീക്കം ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. പ്രതിസന്ധികൾക്കിടയിലും ഹോർമൂസ് വഴി കൂടുതൽ ചരക്ക് കപ്പലുകൾ ഇന്ത്യൻ തീരത്തെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ 15,000-ലധികം ചരക്ക് കപ്പലുകളും ജീവനക്കാരും ഹോർമൂസ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി മാറ്റിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളുടെ ശക്തമായ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കി. തങ്ങൾക്ക് സ്വീകാര്യമായ സമാധാന കരാർ സാധ്യമായില്ല എങ്കിൽ ഇന്ന് ഇറാനെ ആക്രമിക്കാനായിരുന്നു അമേരിക്കയുടെ നീക്കം. എന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് ട്രംപ് നിലപാട് മാറ്റി. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് നിർണായക വിവരം പുറത്തുവിട്ടത്. പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധഭീതിയിലാഴ്ത്തിയേക്കാവുന്ന നിർണായക നീക്കത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിൻവാങ്ങി അമേരിക്ക. ഇറാനെതിരെ ഇന്ന് നടത്താനിരുന്ന സൈനിക ആക്രമണം മാറ്റിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു.
ഗൾഫ് മേഖലയിലെ സമാധാനം കാംക്ഷിക്കുന്ന പ്രമുഖ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ പിന്മാറ്റമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ താനുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയെന്നും ഇറാനെതിരായ ആക്രമണം ഒട്ടും അനുയോജ്യമല്ലെന്ന് അവർ ആവശ്യപ്പെട്ടതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കുന്ന യുഎസിന് പൂർണ്ണമായും സ്വീകാര്യമായ ഒരു പുതിയ സമാധാന കരാർ ഇറാനുമായി ഉണ്ടാക്കാൻ മുൻകൈയെടുക്കാമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ട്രംപിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പിന്മേലാണ് ഇന്ന് നടക്കേണ്ടിയിരുന്ന ആക്രമണത്തിൽ നിന്നും വൈറ്റ് ഹൗസ് പിന്തിരിഞ്ഞത്. എങ്കിലും ഇറാനുമേലുള്ള സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. ഗൾഫ് രാജ്യങ്ങൾ ഉറപ്പു നൽകിയതുപോലെ ഒരു സമാധാന കരാർ സാധ്യമായില്ലെങ്കിൽ ഇറാനെതിരെയുള്ള കടുത്ത സൈനിക നടപടികളിലേക്ക് തന്നെ അമേരിക്ക നീങ്ങുമെന്ന മുന്നറിയിപ്പും ട്രംപിന്റെ വാക്കുകളിലുണ്ട്. വരും ദിവസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഏകദിന ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ശുഭ്മാൻ ഗില്ലാണ് ടീമിനെ നയിക്കുന്നത്. ഗില്ലിന് പുറമെ യശസ്വി ജയ്സ്വാൾ, സായി സുദർശൻ, ദേവദത്ത് പടിക്കൽ എന്നിവർ ടെസ്റ്റ് ടീമിലുണ്ട്. ഋഷഭ് പന്ത് ടീമിലുണ്ടെങ്കിലും ഉപനായക സ്ഥാനത്തിൽ നിന്നും മാറ്റി. പകരം രാഹുലാണ് വൈസ് ക്യാപ്റ്റൻ. ഗുർനൂർ ബ്രാർ, ഹർഷ് ദുബായ്, മാനവ് സുധാർ എന്നിവരും ടെസ്റ്റ് ടീമിൽ ഇടം നേടി. ഇവർ ആദ്യമായാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ബുംറയ്ക്കും രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. അതേസമയം ഏകദിന ടീമിൽ വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, KL രാഹുൽ എന്നിവരുമുണ്ട്. ശ്രേയസാണ് ഉപനായകൻ. രോഹിത് ശർമ്മയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചാൽ മാത്രമേ കളിക്കുകയുള്ളൂ. മലയാളി താരം സഞ്ജു സാംസൺ ഏകദിന ടീമിലില്ല. പകരം വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷനെയാണ് പരിഗണിച്ചത്. പേസർ ജസ്പ്രീത് ബുംറ ടെസ്റ്റ് ഏകദിന ടീമിലില്ല. താരത്തിന് വിശ്രമം അനുവദിച്ചു. ഒരു ടെസ്റ്റ് മത്സരവും 3 ഏകദിനങ്ങളുമാണ് പരമ്പരയിൽ ഉള്ളത്. IPL-ൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജെയിൻസിനെ നേരിടും. രാത്രി 7:30 മുതൽ ജയ്പൂരിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്തുള്ള രാജസ്ഥാന് പ്ലേ ഓഫിലേക്ക് കടക്കാൻ ഇന്ന് ജയം അനിവാര്യമാണ്. അതേസമയം ലക്നൗ സൂപ്പർ ജെയിൻസ് നേരത്തെ തന്നെ ടൂർണമെന്റിൽ നിന്നും പുറത്തായിരുന്നു. ഫിഫ ലോകകപ്പിനുള്ള 26-അംഗ ടീമിനെ ബ്രസീൽ പ്രഖ്യാപിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ ടീമിൽ തിരിച്ചെത്തിയതാണ് സ്ക്വാഡിലെ പ്രധാന ആകർഷണം. അതേസമയം മികച്ച ഫോമിലുള്ള ജോവോ പെട്രോയെ ടീമിൽ ഉൾപ്പെടുത്താത്തത് വലിയ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ പരിക്ക് കാരണം ലിവർപൂളിന്റെ കഴിഞ്ഞ 10 മത്സരങ്ങൾ നഷ്ടമായ പ്രമുഖ ഗോൾ കീപ്പർ അലിസൺ ബെക്കർ ടീമിൽ തിരിച്ചെത്തി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങളായ കാസിമിറോ, മാത്യൂസ് കുൻഹ, ന്യൂകാസലിന്റെ ബ്രൂണോ ഗിമാരസ്, ആഴ്സണലിന്റെ ഗബ്രിയൽ, ബ്രെന്റ്ഫോർഡിന്റെ ഇഗോർ തിയാഗോ, ബോൺമൗത്തിന്റെ റയാൻ എന്നിവരും സംഘത്തിലുണ്ട്.